ഫോട്ടോ എടുക്ക്. ശരിക്കും BMW നല്ല പേടിണ്ടായിരുന്നു ഗൈസ്. ഇപ്പൊ എനിക്ക് പേടിയില്ല. ഫോട്ടോ സാറില്ല. ഹായ് ഫ്രണ്ട്സ്, ഡി വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ സ്കൂള് വിട്ട് വന്നതാണ്. യൂണിഫോം അല്ല, ഞാനിന്ന് കളർ ഡ്രസ് ഇട്ടാണ് പോയത്. ഇന്നലെ പെരും മഴയായിരുന്നു. ഇന്ന് സാറ്റർഡേ ആണ്, വീക്കെൻഡ് ആണ് ഗൈസ്. അപ്പൊ ഒരു വീക്കെൻഡ് വിശേഷങ്ങൾ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ് വന്നു, 1:30 വന്നപ്പോ. ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ട്വിസ്റ്റ് അല്ല, ഒരു സംഭവം ഉണ്ട് ഗൈസ്. സ്പെഷ്യൽ ക്ലാസ് ഉള്ള കാര്യം മീൻസ് സ്പെഷ്യൽ ക്ലാസ്സിന്റെ കാര്യം നമ്മൾ പെട്ടെന്ന് ഓർക്കണത് രാവിലെയാണ്. അപ്പം രാവിലെ നമ്മളെ തുണി ഒന്നും ഉണങ്ങിയിട്ടില്ല. യൂണിഫോം ഉണങ്ങിയിട്ടില്ല. അപ്പൊ യൂണിഫോം ഉണങ്ങാത്തതിനാൽ ഞാൻ കളർ ഡ്രസ് ഇട്ടിട്ടാണ് പോയത്. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇടുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം നേരെ വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ട്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് ട്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പം ഇന്ന് ട്യൂഷൻ ഇല്ല ഗൈസ്. വർക്ക് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും പോകാം. പോസ്റ്റ് ചെയ്ത പുതിയ നമ്മുടെ എപ്പിസോഡ് വന്നിരിക്കുന്നു. ഷോർട്ട് ഫിലിം ഇതാ ദിയമോള് കണ്ടോണ്ടിരിക്കാണ് കേട്ടോ. ഇത് ഇന്നലെ രാത്രി സീൻ എടുത്തതല്ലേ? ഞാനിപ്പോ അടിച്ചതപ്പോഴറിയാന്ന്. അന്ന് എന്താ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നു റൂമില്. പപ്പയും അമ്മയും ദിയമോളും എങ്ങോട്ട് പോയതായിരുന്നു. പപ്പ മുകളില് വർക്ക് കഴിഞ്ഞത് പോസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ കാണാൻ. ഞാൻ ഇതുവരെ എന്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ഇത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് വന്നു. എന്നിട്ട് ഞാൻ കണ്ട് ഞാൻ ഏതോ ഒരു മറ്റേ അലക്സ പാട്ട് പാടുമല്ലോ, പാതിരാ പുഷ്പം, അത് പാടുമല്ലോ. അത് പാടുന്ന ടൈമില് ഞാൻ ഇങ്ങനെ നോക്കിക്കാട്ടോ. പപ്പ പേടിപ്പിക്കാനൊന്നല്ല വന്നത്. പപ്പ എന്താ അമ്മ ഞാനാണ് ഞെട്ടിയോ. അപ്പൊ പേരും ചിരി. എന്നിട്ട് ഫ്രണ്ട്സ്, പപ്പ പുറത്ത് പോയിട്ട് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് രാവിലെ മുതലേ പറയുന്നുണ്ട് ബിരിയാണി വേണമെന്ന്. ബിറാണി ആണോ? ഫ്രണ്ട്സ്, ഞാൻ അമ്മേൻ്റെ ഒപ്പം ബ്യൂട്ടി പാർലറിൽ പോവാണ്. ഞങ്ങൾ ഇന്ന് ബ്യൂട്ടി പാർലർ പോണ വേറെ ഒന്നും അല്ല കേട്ടോ, ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേവുവിന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. എന്നിട്ട് അമ്മയ്ക്ക് എന്തിനാ ദേവ് ഇങ്ങനെ ഞാൻ സ്കൂളത്തെ കഥകൾ അമ്മേനോട് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ പറഞ്ഞാലും തീർന്നില്ല. പണ്ടത്തതും പറയും, ഇപ്പത്തതും പറയും. അതെ, വിചാരിച്ച പാർലർ അടച്ചിരിക്കും. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ നെക്സ്റ്റ് പാർലറിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ വിചാരിച്ച മാതിരി ത്രെഡ് ചെയ്യണ ഏക ചേച്ചി ഇതാ ആൻറ്റി ഇവിടെ. ദേവ് ബസ്സിൽ ഫുൾ ചാർജ് എടുത്ത് പോണ കാര്യമായിട്ട് പറഞ്ഞത്. ഫുൾ ചാർജ് എടുത്ത് പോകാനും ഞാൻ വിചാരിക്കും, അയ്യോ ഞാൻ വലിയ കുട്ടിയായല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പം ഒറ്റയ്ക്ക് സ്കൂള് വിട്ട് വരുന്നതും പിന്നെ ഒറ്റയ്ക്ക് സ്കൂള് വിട്ട് വന്നത്. ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഐലൈനർ ഇടണം വിചാരിച്ച ഐലൈനർ ഇടുന്നു. പക്ഷേ കണ്ണെഴുതാൻ രസം തോന്നി ഗൈസ്. അതുകൊണ്ട് ഐലൈനർ ഇടണില്ല. അപ്പോൾ നമ്മള് കാർ ഭ്രാന്തിന്റെ ഗൈസ്. അപ്പോൾ ഞാൻ കാറിനപ്പുറത്ത് നിൽക്കുകയാണ്. അമ്മ അങ്ങോട്ട് വരും. മഴക്കാറുണ്ടല്ലേ ചെറുതായി, നോക്കി പോട്ടോ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ വീട്ടിലെത്തി.
വീട്ടിലേക്ക് വരുന്ന വഴി ഒരാളെ പിക്ക് ചെയ്താണ് വന്നിരിക്കുന്നത്. ഷോ യു ഗൈസ്. മുന്നേ വന്നിരിക്കുന്നു. മുന്നേയും നമ്മുടെ ഒപ്പം വരുന്നുണ്ട് ഗൈസ്. അതെ, മുന്നേ നന്നായി. ഓക്കെ ഫൈൻ. എനിക്കിനി ജസ്റ്റ് ഒന്ന് ഐലൈനർ ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. വീഡിയോയിൽ ഐലൈനർ ഇടാതെ കാണാൻ രസമല്ല, നേരിട്ട് കാണാൻ രസമുണ്ട്. എന്തെങ്കിലും സാധനം പറഞ്ഞിങ്ങനെ വരുമ്പോ കാരണം പെട്ടെന്ന് നമ്മൾ പറയണം. നമ്മൾ ഉറക്കത്തിൽ ചോദിക്കുമ്പോൾ പറയുന്ന രീതിയിലാക്കണം. അതാണ് ഇടയ്ക്ക് ഒരു കാര്യം. അങ്ങനെയല്ല, ഇതുണ്ടല്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ ആട്ടണേ, ഇങ്ങനെ അങ്ങനെ ആട്ടട്ടോ. ഉറക്കം ഉള്ളില് പിടിച്ച് ആയിക്കോട്ടെ, ഉള്ളില് പിടിച്ച് വെച്ചിട്ട് എന്താണ് മക്കളെ മനസ്സിലായില്ലേ? എന്തിനാ നിയമിച്ചിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചോദിക്കാം എന്തിനാണ്. അല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായിക്കണം. ആ മതി. ഞാനൊരു ദിവസം ആയിക്കോട്ടെ പിടിച്ചു കണ്ണു നോക്കണില്ലല്ലോ. അപ്പം ഞാനല്ല മുന്നേനെ കണ്ണു നിറഞ്ഞിട്ടോ ആയിക്കോട്ടെ വിട്ടിട്ട്. അപ്പൊ മുന്നേ എന്താടാ കണ്ണു എന്താടാ കണ്ണു ഗൈസ്. ഞങ്ങളപ്പം പോവാണ്. വണ്ടി ചെറുതായിട്ടൊന്ന് മരത്തിന്റെ ചോട്ടിൽ പോയതിനാണ്. കണ്ടോ, കാക്ക കാഷ്ടിച്ചതാണ്. ഇത്രയും കാഷ്ടമുള്ള കാക്കനെയാണ്. ഒന്നും ആവൂല. കാഷ്ട ഏതാ നോക്കി പക്ഷികളെ തിരിച്ചറിയാൻ വേണ്ടി ഇത് വൈപ്പർ ഇടരുതിട്ട് ആകെ പരക്കും. അമ്മയ്ക്ക് ജസ്റ്റ് ഇവിടെ വണ്ടി കണ്ടപ്പോ നോക്കാൻ വന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് കാണാൻ പുതിയ കാർബ്രാന്തന്മാരായിരുന്നു. അവിടെ പോർച്ച് ഉണ്ട് ഗൈസ്. മുന്നേ ഓടി. ഏതാ ദേവ എടുക്കണ്ടേ? ഇതെടുക്കാം അല്ലേ? നമുക്ക് വണ്ടി നോക്കാൻ വന്നാണ്. പോകുന്ന വഴിക്ക് ഒരു കാർ ഷോപ്പ് ഉണ്ടപ്പോ എല്ലാരും BMW എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി. ഇവിടെ ഫുള്ള് BMW. ഇതിനൊക്കെ എത്രയെന്ന് ചോദിച്ചു നോക്കാം. അമ്മ BMW ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇല്ലേ? ശരി കേട്ടോ, ശരി എന്നാ ശരി. നോട്ടെ, ഞാൻ ഇന്റീരിയർ നോക്കട്ടെ. എടി ഒന്ന് റേസ് ആക്കാൻ പറ്റുമോ? അയാളോട് ഒന്ന് റേസ് ചെയ്ത് കയറാൻ പുറത്തേക്കാണ്. ഇത് ഓട്ടോമാറ്റിക്. നമ്മളൊന്നും ഞെക്കണ്ടതേവോ? ഫോട്ടോ എടുക്ക്. ശരിക്കും BMW കയറണമെന്നും അത് സാധിച്ചു. കേറിയല്ലോ മതി. അത് പോരാ, വാങ്ങണം. അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോണ്ടല്ലോ ഒരു വാശിയാണ്. ശരിക്കൊരു വാശി വന്നു വാങ്ങണം. അതെ, അങ്ങനെയൊക്കെ സെയിം ഒരു നമുക്ക് ഇതെല്ലാം ഉണ്ട്. നമുക്ക് M5 അത് ആ ഇത് ജസ്റ്റ് മോഡിഫൈഡ്. ഇത് 520D ആണ്. ഈ ബ്ലൂ ആണോ ഇഷ്ടപ്പെട്ടെ? ഫോട്ടോ എടുത്ത് ഇതിന്റെ ബ്ലാക്ക് റെഡ് മോഡിഫൈഡ് സാധനമാണ്. എത്താനായിരിക്കുന്നു ഇനി 200 മീറ്ററുകൾ മാത്രം. നന്ദിലത്ത് ജിമാർട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. സൈൻ 11
പൊന്നു സദന എന്തിനാ വേദന സഹിക്കണ് സൈനിലപ്പന് വാങ്ങിത്ത ചാടി. ഓർഡർ ചെയ്തോ? എന്തൊക്കെയാ ഞങ്ങൾ പുതിയതായിട്ട് റൂഹ് ഹയാത്തി പറഞ്ഞ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. നീ അതിന് മുന്നേ എവിടെയോ വായിച്ച പോലെ എനിക്കൊരു തോന്നല്. റൂഹ് ഹയാത്തി ഞാൻ എന്റെ അടുത്തുനിന്ന് വായിച്ചു. ഇതിന്റെ വോളിയം കുറച്ച് കുറയ്ക്കും. നമ്മളെ കഴിക്കാൻ പോവാണ്. അതവിടെ ഉണ്ട് അവിടെ. രണ്ടാമത് ഞങ്ങൾ ഞങ്ങൾ അതിന് ചെന്നപ്പോഴേ ബ്രോ എന്നൊന്നും വിളിക്കല്ലേ, അതിന് മാത്രല്ല പ്രായമൊന്നുമില്ല. ബ്രോ എന്താ, ബ്രോയിനെന്ത് പ്രായം? അങ്ങനെ വെക്കില്ലട്ടോ, ബ്രോ ഒന്നും കളിക്കല്ലേ. അപ്പൊ പിന്നെ എന്താണ് വിളിക്കണ്ടേ, ചേട്ടാ വിളിച്ചു. എടാ നമ്മളെ കാർ എവിടെ തോന്നുന്നു. പാവണ്ടോൻ അങ്ങനത്തെ ആളൊന്നും വാഷ്റൂമിൽ പോവാൻ റോക്സ് ആണോ അത്? ആ പച്ച ബാത്റൂമിന് മുന്നിൽ നിന്ന് പട്ടി ഷോ കാണിക്കുന്നു. ഇതിനൊക്കെ പൂച്ചേനെ നല്ല മിമിക്രി, ഭയങ്കര പൂച്ചേനെ സൗണ്ട് ഒറിജിനൽ ആയിട്ട് അനുകരിക്കും. കൈമാറ്റി അല്ലേ, ഒറിജിനൽ പൂച്ചേനെ വരില്ലേ? ഞാൻ നിക്കിനെ പറ്റിക്കാൻ വേണ്ടിയാണ് പുറത്തേക്ക് എടുത്തത്. പക്ഷെ എനിക്ക് പറ്റില്ല. അമ്മ ആദ്യമായിട്ട് കൈ പിടിക്കാതെ റോഡ് ക്രോസ് ചെയ്ത് കഴിച്ചു. അപ്പൊ ഞാൻ പൊന്നു ചോദന അല്ല ഇപ്പൊ അറിവാടുണ്ടത്. ആദ്യം എനിക്ക് കൈ പിടിക്കാതെ റോഡ് ക്രോസ് ചെയ്യണേ നല്ല പേടിണ്ടായിരുന്നു ഗൈസ്. ഇപ്പൊ എനിക്ക് പേടിയില്ല. പൊന്നു സഖി എന്തിനാ ഫോട്ടോ സാരല്ല ഗൈസ്. അപ്പം ഞങ്ങള് സൈൻ ലെബനൊക്കെ കഴിച്ച് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. എരിവുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ട് ഫ്രണ്ട്സ്. ഞാൻ KFC കഴിക്കില്ല, സമ്മതിച്ചില്ല. KFCക്ക് എനിക്ക് എരിവ് തോന്നാറില്ല. പക്ഷെ ഉണ്ടല്ലോ, അത്രയും വിശന്നിരിക്കുമ്പോഴൊക്കെയാണ് KFC കഴിക്കുക. വിശപ്പില്ലാതെ ക്രേവിങ്സ് എന്ന് പറയുന്നത് മന്തിയും പെരിപെരിയും. നോക്ക് സൈൻ ലെബനും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് മന്തിയും പെരിപെരിയും കൂടെ കഴിച്ചിട്ട് നേരെ ബാത്റൂമിൽ ഓട്ടുണ്ട് ഗൈസ്. എക്സ്പീരിയൻസ്ഡ് വൺ അല്ലേ? നമ്മളന്ന് ചിക്കന്റെ സ്ട്രൈപ്സും ഡ്രീം കേക്കും കൂടെ ഒപ്പം ഗൈസ് ഞങ്ങൾ അങ്ങനെ സൈൻ ലെബൻ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് ടോട്ടലി ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ കാറ് BMW അടുത്ത് പോയി കണ്ട് തൊട്ട് കേറിയിരുന്നു. വലിയ കാര്യം. പോർഷെ കണ്ടു. പിന്നെ കാറ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ കഴിഞ്ഞിട്ട് സൈൻ ലെബൻ കഴിക്കാൻ പോയി, അത് കഴിച്ചു. ഫുൾ ഹാപ്പി ആയിരുന്നു ഇന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഹാപ്പി സൈൻ ലെബൻ.